റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് അമേരിക്ക അനുവദിച്ചു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. കടലിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യൻ എണ്ണ ഇന്ത്യക്ക് വിൽക്കാൻ അനുവദിക്കുന്ന 30 ദിവസത്തെ ഇളവ് അമേരിക്ക അനുവദിച്ചതായി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് അറിയിച്ചു. ബൽറാം നെടുങ്ങാടി ഇവരുമായി വീണ്ടും ചേരുന്നു. ബൽറാം, പറയൂ. ഈ പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയിൽ ഏറെ പ്രതിസന്ധി അല്ലെങ്കിൽ ആശങ്ക ഉയർത്തിയ ഒരു കാര്യം എന്നുള്ളത് ഇന്ത്യയിലേക്കുള്ള ഇന്ധനത്തിന്റെ എണ്ണയുടെ നീക്കമാണ്. പ്രധാനമായും ഇന്ത്യയിലേക്ക് എത്തുന്ന ഇന്ധനത്തിന്റെ 40% ഹോർമുസ് കടലിടുക്ക് വഴിയാണ് രാജ്യത്തേക്ക് എത്തുന്നത്. ആ മേഖലയിലാണ് സംഘർഷം. ഹോർമുസ് കടലിടുക്ക് ദിവസങ്ങളായി അടഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഈ സംഘർഷം ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഉന്നതതലത്തിൽ ചർച്ച ചെയ്തിരുന്നു. പൊതുമേഖലാ എണ്ണ കമ്പനികളും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തിയ ചർച്ചയിൽ പല വഴികൾ തേടിയിരുന്നു. അതിൽ ഒന്ന് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുക എന്നുള്ളതാണ്. എന്നാൽ നിലവിലെ ഇന്ത്യ US വ്യാപാര കരാറിലെ പ്രധാന വ്യവസ്ഥയനുസരിച്ച് അതിനായി US-ന്റെ അനുമതി തേടാൻ നിശ്ചയിച്ചിരുന്നു. അതനുസരിച്ച് ഇന്ത്യ അനുമതി തേടിയതായാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും US-ൽ നിന്നും അനുകൂലമായ പ്രതികരണം ഉണ്ടായിരിക്കുന്നു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന് 30 ദിവസത്തേക്ക് ഇന്ത്യക്ക് ഇളവ് അനുവദിച്ചിരിക്കുന്നു എന്നാണ് US-ന്റെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് അറിയിച്ചിരിക്കുന്നത്. ഈ യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിലാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. എന്നാൽ ഈ 30 ദിവസത്തെ ഇളവ് കൊണ്ട് റഷ്യക്ക് കൂടുതൽ സാമ്പത്തികമായ മെച്ചമുണ്ടാകുന്നില്ല എന്നും, കാരണം നിലവിൽ തന്നെ റഷ്യയിൽ നിന്നും കയറ്റുമതി ചെയ്ത് നിലവിൽ ഇപ്പോൾ കടലിൽ ഉള്ള സഞ്ചാരപാതയിലുള്ള എണ്ണ വാങ്ങാൻ മാത്രമാണ് അനുമതി നൽകിയിരിക്കുന്നത് എന്നുമാണ് US ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യം ആശ്വാസമാണ്. നിലവിൽ ഇപ്പോൾ രാജ്യത്ത് 50 ദിവസത്തേക്കുള്ള ഇന്ധനം സ്റ്റോക്ക് ഉണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം അവലോകനത്തിന് ശേഷം കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.